ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ്. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുഴുവനായും രാജിവെച്ചിട്ടും അതിലെ കലഹം, ആ സംഘടനയിലെ കലഹം അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. ചേരിതിരിഞ്ഞ് പഴിചാരി പ്രശ്നങ്ങൾ ഇപ്പോൾ വലുതായിരിക്കുകയാണ്. പുതുതായി നിലവിൽ വന്ന അഡ്ഹോ കമ്മിറ്റിക്ക് അമ്മയെ കരകയറ്റാൻ സാധിക്കുമോ എന്നതാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. മുതിർന്ന താരങ്ങൾ മൗനം പാലിക്കുന്നതും തുടരുകയാണ്. മക്കൾ അമ്മയെ കൈവിടുകയാണ്. 1994 അഭിനേതാക്കൾക്കായി ഒരു സംഘടന എന്ന ആശയം രൂപം കൊള്ളുന്നത്. വേണു നാഗവള്ളിയും മുരളിയുമെല്ലാമായിരുന്നു ആ ആശയത്തിന് പിന്നിൽ. MG സോമനായിരുന്നു ആദ്യത്തെ അമ്മയുടെ പ്രസിഡന്റ്. അവിടുന്ന് ഇങ്ങോട്ട് 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മുൻപില്ലാത്ത വിധമുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ് സംഘടന. ആര് പിടിച്ചുകിട്ടും? അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് സംഘടനയ്ക്ക് സംഭവിക്കുന്നത് എന്താണ്? അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന വനിതാ നേതൃത്വം. ശ്വേതാ മേനോൻ പ്രസിഡന്റും കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞ വർഷം അധികാരത്തിലേറുമ്പോൾ പ്രതീക്ഷകളും വലുതായിരുന്നു. പക്ഷേ വിവാദങ്ങളും പുകഞ്ഞു തുടങ്ങി. അംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് പ്രധാന പ്രശ്നം. പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും പല കാര്യങ്ങളിലും 2 തട്ടിലായി. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തമ്മിലുള്ള പോർവിളി അവസാനമായപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ പരാതിയായി എത്തുന്ന സ്ഥിതി. ഹൻസിബ, ടിനി ടോം, നീന കുറുപ്പ്, ലക്ഷ്മിപ്രിയ, നല്ല രീതിയിൽ നയിക്കേണ്ട ഇവരെല്ലാം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പലതും എത്ര ബാലിശമാണെന്ന് പ്രേക്ഷകന് തോന്നിയ കാലം. പക്ഷേ അമ്മയിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു വിഭാഗം ജൂൺ 21 എന്ന ദിവസത്തിന് കോപ്പുകൂട്ടുകയായിരുന്നു. ജനറൽ ബോഡി യോഗത്തിൽ ശ്വേതയ്ക്കെതിരെ, അമ്മ നേതൃത്വത്തിനെതിരെ ബാബുരാജും സിദ്ദിഖും ഇടവേള ബാബുവും അടക്കം മയമില്ലാതെ തന്നെ പ്രതികരിച്ചു. ഇനി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെ സ്ഥാപിച്ചു. വൈകിട്ട് 5:30 സമവായ സാധ്യതകളെല്ലാം അടഞ്ഞു. കൂട്ടരാജി പ്രഖ്യാപിച്ച് ശ്വേതാ മേനോൻ പുറത്തേക്ക്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ഐ ഹാവ് കം ഔട്ട് ഓഫ് അമ്മ ഓർഗനൈസേഷൻ. അമ്മ ഓർഗനൈസേഷൻ പണ്ട് കുറച്ച് സ്ത്രീകൾ പറഞ്ഞ പോലെ ഇന്ന് എനിക്കും തോന്നി കുറ്റാരോപിതരായ ആൾക്കാരുടെ കയ്യിൽ വീണ്ടും പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതൊരു എജൻഡയായിരുന്നു. ബാബുരാജും അൻസിബയും നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചു. ആ അൻസിബ എന്ന് പറയുന്ന കുട്ടി ലാസ്റ്റ് കയറി പറഞ്ഞ് എല്ലാവർക്കും കണ്ണ് നിറയുന്ന പോലെയാണ് ആ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും സ്ത്രീകൾക്ക് തന്നെ ഇത്രയധികം ഉപദ്രവം നടത്തിക്കൊണ്ടിരുന്ന ഈ ഒരു കമ്മിറ്റി അവർ തന്നെ രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. നത്തിങ് ടു ഡു വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിനെ കൊണ്ട് എങ്ങനെ ഇവിടെ സ്ത്രീകൾക്ക് കിട്ടും? ഒരു നീതിന്യായ വ്യവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലേ. ആ ഒരുപാട് പ്രൊസീജിയേഴ്സ് തരണം ചെയ്ത് വേണം ആ നീതി എനിക്ക് ലഭിക്കാൻ. ആ നീതിക്കായി ഇനിയും ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളത് സത്യം തന്നെയാണ്. ഞാൻ അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ട് ചലിക്കില്ല. പക്ഷെ ഇന്നിവിടെ നടന്നത് ചരിത്രപരമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. പിന്നീടുള്ള ശ്രമം ഉലയാതെ പിടിച്ചു നിർത്താനായിരുന്നു. അതിനായി നിയോഗിക്കപ്പെട്ടത് ജഗദീഷിനെയും. മുതിർന്ന താരങ്ങളുടെ ആശീർവാദത്തോടെ രമേശ് പിഷാരടി അഡ്ഹോക്ക് കമ്മിറ്റി തലപ്പത്തേക്ക്. പിന്നെ സംഘടനാപരമായ അംഗങ്ങൾ തമ്മിലുള്ള ചില വാക്ക് തർക്കങ്ങൾ, പൊതുജനങ്ങളുടെ മധ്യത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ഇമേജ് ചില അംഗങ്ങൾ കാരണം അമ്മയ്ക്കുണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതിലൊക്കെ അംഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടായിരുന്നു. അമ്മയിൽ ഒരു വിവാദമുണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. തിലകനെ വിലക്കിയതു മുതൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം വരെ ആളിക്കത്തിയിട്ടുണ്ട് അമ്മ സംഘടനയിൽ. പക്ഷേ എന്നിട്ടും ഇപ്പോഴത്തെ പ്രതിസന്ധി രൂക്ഷമാകുന്നത് എന്തുകൊണ്ടാണ്? അതിന് കാരണം ഒരു ആജ്ഞാപന സ്വരത്തിൽ ഉപദേശിക്കാൻ മുതിർന്ന ഒരാളില്ലാത്തതാണ്. ജനറൽ ബോഡിയിൽ പങ്കെടുത്ത മോഹൻലാൽ ഒരു പക്ഷത്തും നിൽക്കില്ലെന്നറിയിച്ചു. യുവതാരങ്ങളായ ആസിഫ് അലിയും ടൊവിനോയും കുഞ്ചാക്കോ ബോബനും ഉൾപ്പെടെയുള്ളവർ വിട്ടുനിൽക്കുകയുമാണ്. ഇന്ന് മല്ലിക സുകുമാരനും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച് അമ്മയുടെ പടിയിറങ്ങി. ശ്വേതയ്ക്കൊപ്പം എന്നറിയിച്ചാണ് രാജി. അമ്മ സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണം ഗ്രൂപ്പിസം എന്ന് മാലാ പർവതി തുറന്നു പറഞ്ഞു. ഒന്നാമത് പ്രസിഡന്റും സെക്രട്ടറിയും ഒരുമിച്ച് പോകേണ്ടവരാണ്. അതിൽ ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നോക്കാനുള്ള സ്ഥലമല്ലത്. ഒരുമിച്ച് പ്രവർത്തിക്കണം. ഇവർ രണ്ടും 2 ചേരിയിലായി. എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ഗ്രൂപ്പായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ഇവര് എന്താണ് ഇവിടെ ചെയ്യാൻ ശ്രമിച്ചത്? കേരളമാണ്. ഇവിടെ ഇങ്ങനത്തെ കഥകളൊന്നും ഓടൂല. ഇവിടെ ഒരു വിക്ടിം കാർഡ് ഓടൂല, ഒരു ജിഹാദി വിളി ഓടൂല. ആടി ഉലയുകയാണ് കപ്പൽ. അഡ്ഹോക്ക് കമ്മിറ്റി അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ സാധാരണ അംഗങ്ങൾക്ക് പ്രതീക്ഷ ചെറുതല്ല. കണക്കുകളിൽ വ്യക്തത വരുത്തണം. അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുറച്ചെങ്കിലും പരിഹരിക്കാൻ കഴിയണം. വൈകാരികതയുടെ പുറത്ത് രാജിവെച്ചു പോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമുണ്ടാകണം. ഏറ്റവും ഒടുവിൽ കുറ്റാരോപിതരായി നിൽക്കുന്ന ആളുകൾ സംഘടനയിൽ കൂടുതൽ പിടിമുറുക്കുന്നില്ല എന്ന് ഉറപ്പാക്കുകയും വേണം.
അഡ്ഹോക്ക് കമ്മിറ്റിയുടെ മുൻപിൽ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. ഒരു സംഘടനയുടെ കാര്യത്തിൽ എന്തിനാണ് ഇത്രയേറെ താല്പര്യമെന്നൊരു ചോദ്യം ഉയരുകയാണെങ്കിൽ മലയാളിക്ക് സിനിമ അത്രത്തോളം ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള ഇഷ്ടപ്പെട്ട താരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്നവരാണെന്ന ചിന്തയുമായിരിക്കാം. വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.